ശരിക്കും ഇവരെ കൊണ്ട് തോറ്റു. കക്കാൻ അറിയില്ലെങ്കിൽ നിൽക്കാനെങ്കിലും അറിയണ്ടേ. മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ എന്ന് കേൾക്കുമ്പോഴേ നാട്ടുകാർ പൊങ്കാലയിടിയിൽ തുടങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് എൻഫോഴ്സ്മെൻറ്റിലെ 2 ഉദ്യോഗസ്ഥർ. പാറയും മെറ്റിലും കയറ്റി വന്ന ലോറിയെ പിടിച്ച് പിഴയടിച്ചു. പണം വാങ്ങാതെ പിന്നീട് ചെല്ലാനും റദ്ദ് ചെയ്തു. അതും പോട്ടെ, ഈ ലോറി ഉടമയുടെ അക്കൗണ്ടിൽ നിന്നും 20,000 രൂപ RTO ഏജൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നതും കയ്യോടെ പൊക്കി. കൊട്ടാരക്കര RTO എൻഫോഴ്സ്മെൻറ്റ് ഓഫീസിലെ AMVIമാരായ ലിജിൻ, അനിൽകുമാർ എന്നിവരാണ് ഈ പാതകം ചെയ്തു കളഞ്ഞത്. ഇപ്പോഴത്തെ കുട്ടികൾ പോലും ചെയ്യാത്ത മണ്ടന്മാരല്ലേ ചെല്ലാൻ റദ്ദ് ചെയ്യുന്നത് പോലെയുള്ള ഇലക്ട്രോണിക് മണ്ടത്തരങ്ങൾ കാണിക്കുന്നത്. ആരെങ്കിലും ഏജൻറ്റ് പറഞ്ഞു കൊടുത്ത ബുദ്ധിയായിരിക്കും. എന്തായാലും പിഴ ഈടാക്കിയ ചെല്ലാൻ റദ്ദ് ചെയ്യാനുള്ള തക്കതായ കാരണങ്ങളില്ലാതിരിക്കെ എന്തായിരുന്നു സംഭവത്തിന് പിന്നിലെന്ന് വിശദീകരിക്കാൻ ഉദ്യോഗസ്ഥർക്കും കഴിഞ്ഞില്ല. ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ലഭിച്ച പ്രത്യേക വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടന്നതെന്ന് പറയുമ്പോഴും ചെല്ലാൻ റദ്ദ് ചെയ്തതിന് പിന്നിൽ അഴിമതിയുണ്ടെന്നും പണം ആവശ്യപ്പെട്ടതായി പിഴയിട്ട ലോറി ഡ്രൈവറുടെ മൊഴിയുമാണ് നടപടിയിലേക്ക് എത്തിച്ചത്. ഏജൻറ്റുമാർ വഴി പണം ഇപ്പോഴും ഓഫീസുകളിലേക്ക് എത്തുന്നത് മൂലം കൈക്കൂലി കണ്ടെത്താൻ കഴിയുന്നില്ലെന്ന വിജിലൻസ് നിലപാട് ഒരിക്കൽ കൂടി ശരിവയ്ക്കുകയാണ് എൻഫോഴ്സ്മെൻറ്റിലെ സംഭവങ്ങൾ. ഒരുപറ്റം ഉദ്യോഗസ്ഥർ MVDയുടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനപ്രീതി വീണ്ടെടുക്കാൻ കൊണ്ടുപിടിച്ച് ജോലിയെടുക്കുമ്പോൾ യാതൊരു ശ്രദ്ധയുമില്ലാതെ കേവലം 20,000 രൂപയ്ക്ക് വേണ്ടി സ്വന്തം ജോലിയും ഭാവിയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഈ 2 ജീവനക്കാർ. മാന്യമായും ആഡംബരമായും ജീവിക്കാനുള്ള ശമ്പളം സർക്കാർ നൽകുമ്പോഴാണ് അത് പോരാഞ്ഞ് ഈ പിന്നാമ്പുറ നടപടികൾ. അതേസമയം സംഭവത്തിന് പിന്നിൽ ലോറി ഉടമകളും RTO ഏജൻറ്റുമാരും തമ്മിലുള്ള ഭിന്നതയും പ്രശ്നമായിട്ടുണ്ടെന്നും സംസാരമുണ്ട്. അതിൽ ഈ ഉദ്യോഗസ്ഥർ ബലിയാടാവുകയായിരുന്നെന്നാണ് ജീവനക്കാരെ അനുകൂലിക്കുന്നവരുടെ വാദം. എന്നാൽ ചെല്ലാൻ എന്തിനു റദ്ദ് ചെയ്തു എന്ന കാര്യത്തിൽ കൃത്യമായ വിശദീകരണം നൽകാൻ ഇവരും തയ്യാറായിട്ടില്ല. എന്തായാലും ഇത്രയും നാളും നാട്ടുകാരെ ഒപ്പം നിർത്താൻ ഉദ്യോഗസ്ഥർ പണിയെടുത്തത് വെറുതെയായി. നാളെ മുതൽ വീണ്ടും തുടങ്ങാം റോഡിലെ സുരക്ഷയ്ക്കായി. നന്മയ്ക്കാണെങ്കിൽ ജനങ്ങളുടെ കട്ട സപ്പോർട്ടുണ്ടാകും, ഇല്ലെങ്കിൽ തലമുറകളോളം തെറിവിളി കേട്ടുകൊണ്ടേയിരിക്കുക.